മാസ് മൂവ്മെൻറ്റ് ഫോർ ഫ്രീഡം എന്ന ചാപ്റ്റർ നമ്മൾ പഠിച്ചുകൊണ്ടിരിക്കും. അപ്പോൾ പുതിയ ടെക്സ്റ്റ് ബുക്കിൻ്റെ PDF ഒക്കെ കിട്ടിയിട്ടുണ്ട്. അപ്പോൾ ഇതിനകത്ത് ഞാൻ മലയാളം മീഡിയം കൂടി എന്ത് ചെയ്തിട്ടുണ്ട്, ഉൾപ്പെടുത്തിയിട്ടുണ്ട്. ഓക്കെ, അപ്പോൾ മലയാളം മീഡിയം കൂടെ നമുക്ക് എന്ത് ചെയ്യാം, ഒരുമിച്ച് പറഞ്ഞ് പോവാം. അപ്പോൾ നമ്മൾ ഇന്നിപ്പോൾ നോക്കാൻ പോകുന്നത് എന്തുവാണ്, നമ്മൾ ഈ പറഞ്ഞ ഏതാണ് മാസ് മൂവ്മെൻറ്റിൽ ബാക്കിയാണ്. കഴിഞ്ഞ ക്ലാസ് എന്താ പറഞ്ഞു നിർത്തി, എല്ലാവരും കഴിഞ്ഞ ക്ലാസ് കണ്ടോ? ഓക്കെ, എന്തൊക്കെയാണ് പറഞ്ഞത് ഇവിടെ? ഗാന്ധിജി സൗത്ത് ആഫ്രിക്കയിൽ നിന്ന് തിരിച്ചു എന്നിട്ട് നാട്ടിലുണ്ടായിരുന്നു അല്ലെ, വന്നപ്പോൾ അദ്ദേഹം അവിടെ കുറേ നല്ല കാര്യമൊക്കെ ചെയ്തിട്ടാണ് വന്നത്. അതുകൊണ്ട് ബ്രിട്ടീഷുകാർക്ക് അദ്ദേഹത്തിന് ഇഷ്ടമായിരുന്നു, പദവികളൊക്കെ കൊടുക്കുന്നുണ്ട് അല്ലേ. അങ്ങനെ അദ്ദേഹം ഇവിടെ ചെറിയ ചെറിയ നാഷണൽ മൂവ്മെൻറ്റുകളിൽ പങ്കെടുക്കുന്നു, അതൊക്കെ വിജയിപ്പിക്കുന്നു. അങ്ങനെ മഹാത്മാഗാന്ധി സ്റ്റാറായി മാറിക്കൊണ്ടിരിക്കുന്നു. അപ്പോൾ ഒന്നാം ലോക മഹായുദ്ധം കഴിയുന്ന സമയത്ത് ബ്രിട്ടീഷ് വീണ്ടും എന്ത് ചെയ്യുന്നു, കോളനികളിലോട്ട് അവരുടെ ശ്രദ്ധ കൂടുതൽ കൊടുക്കുന്നു. അങ്ങനെയാണ് റൗലറ്റ് ആക്ട് വരുന്നത്. നമ്മുടെ കഴിഞ്ഞ ക്ലാസ്സിൽ റൗലറ്റ് ആക്ടും ജാലിയൻവാലാബാഗും പറഞ്ഞാൽ നിർത്തിയത്. റൗലറ്റ് ആക്ട് വരുന്നു. അതിലെന്തായിരുന്നു, ആരെ അറസ്റ്റ് ചെയ്യാൻ പറ്റും, അതുപോലെ വിചാരണ ഇല്ലാതെ തടവിൽ വയ്ക്കാനും ഒക്കെ പറ്റുമായിരുന്നു. അപ്പോൾ അതിനെതിരെ എന്ത് ചെയ്തു, മഹാത്മാഗാന്ധി ഒരു ഹർത്താലിന് ആഹ്വാനം ചെയ്യുന്നു. ഹർത്താൽ എന്താ, വൻ വിജയമാവുന്നു. അങ്ങനെ എന്ത് പറ്റുന്നു, ജനങ്ങളൊക്കെ കുറച്ചുകൂടി ഈ പറയുന്ന ദേശീയ പ്രസ്ഥാനത്തിലോട്ട് മൂവ്മെന്റിലോട്ടൊക്കെ വരുന്നു. അങ്ങനെ എനിക്കൊരു വലിയ പ്രശ്നം നടന്നു. അതാണെന്ത്, ജാലിയൻവാലാബാഗ് കൂട്ടക്കൊല. അപ്പോൾ ജാലിയൻവാലാബാഗിന് എന്താ നടന്നത്, നമ്മുടെ ഡോക്ടർ സത്യപാലിനെയും സൈഫുദ്ദീൻ കിച്ചലൂവിനെ അറസ്റ്റ് ചെയ്യുന്നതിനെതിരെ ജനങ്ങൾ എന്ത് ചെയ്യുന്നു, ജാലിയൻവാലാബാഗ് എന്ന് പറയുന്ന അമൃത്സറിലെ ഗാർഡനിൽ ഏപ്രിൽ 13, 1919 ഒത്തുകൂടുമ്പോൾ അവിടെ റെജിനാൾഡ് ഡയർ എന്ന് പറയുന്ന ഒരു ബ്രിട്ടീഷ് ജനറൽ എന്ത് ചെയ്യുന്നു, ഈ ആൾക്കാർക്ക് നേരെ നിറവൊഴിക്കുന്നു. മനഃപൂർവ്വം കൊല്ലാൻ വേണ്ടി തന്നെയാണ് എന്ത് ചെയ്യുന്നത്. അത് അവിടെ ഈ പറയുന്ന പ്രക്ഷോഭം പിരിച്ചുവിടലായിരുന്നില്ല, ആൾക്കാരെ ഒന്ന് പേടിപ്പിക്കുക. ആൾക്കാർ ഈ പറയുന്ന ബ്രിട്ടീഷിനെതിരെ സമരം ചെയ്താൽ അവരെ കൊന്നുകളയും എന്നുള്ള ഭീതി ഉണ്ടാക്കാൻ വേണ്ടി മനഃപൂർവ്വം ചെയ്തൊരു സംഭവമാണ് ഈ ജാലിയൻവാലാബാഗ് എന്ന് പറയുന്നത്. അതൊരു ഓർമ്മയുണ്ടല്ലോ. ഇനി ബാക്കി നോക്കാം. അങ്ങനെ ജാലിയൻവാലാബാഗിൻ്റെ ഇവിടെ പറയുമ്പോൾ, ഇവിടെ ഞാൻ പറഞ്ഞത് മനഃപൂർവ്വം എന്ന് പറഞ്ഞതിൻ്റെ ഒരു റീസണാണ് ഇവിടെ പറയുന്നത്. ഈ ജാലിയൻവാലാബാഗ് കൂട്ടക്കൊലയും മറ്റു കാര്യങ്ങളെ പറ്റിയിട്ട് പഠിക്കാൻ വേണ്ടിയിട്ട് ഹണ്ടർ കമ്മീഷൻ എന്ത് ചെയ്യുന്നു, ഇവരെ നിയോഗിക്കുന്നു. ആരെ നിയോഗിക്കുന്നു, ഹണ്ടർ കമ്മീഷനെ നിയോഗിക്കുന്നു. അപ്പോൾ ഈ ഹണ്ടർ കമ്മീഷനെ നിയോഗിക്കുമ്പോൾ ഈ ഹണ്ടർ കമ്മീഷൻ വിചാരണ നടത്തുന്ന സമയത്ത് അദ്ദേഹം പറഞ്ഞ ഉത്തരങ്ങളാണ് ഇവിടെ കൊടുത്തേക്കുന്നത്. ഈ ഉത്തരം നിങ്ങളൊന്ന് വായിച്ചു നോക്കിയാൽ നിങ്ങൾക്ക് തന്നെ മനസ്സിലാവും ഞാൻ പറഞ്ഞ അർത്ഥം. അപ്പോൾ അങ്ങനെ പ്രക്ഷോഭങ്ങളൊക്കെ ഇങ്ങനെ എന്താണ് കൊണ്ടുവരുന്ന സമയം. അങ്ങനെ ഇരുന്നപ്പോൾ മഹാത്മാഗാന്ധിക്ക് മനസ്സിലായി ജനങ്ങളപ്പോൾ റെഡിയാണ്, ജനങ്ങൾ എന്താണ് സമരത്തിന് തയ്യാറാണ്. പക്ഷേ പ്രശ്നം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മൾ ഈ റൗലറ്റ് ആക്റ്റും അതിൻ്റെ പ്രക്ഷോഭമൊക്കെ പ്രധാനമായിട്ട് നമ്മൾ നോക്കിയപ്പോൾ കണ്ടത് എന്തായിരുന്നു, ഇത് കൂടുതലും അർബൻ ഏരിയകളിലാണ്. എന്ന് വെച്ചാൽ എന്താണ്, നഗരപ്രദേശങ്ങളിലാണ് ഇത് കൂടുതലും എന്താണ് ആൾക്കാർ സമരത്തിനൊക്കെ വന്നത്. പക്ഷേ ഗ്രാമപ്രദേശങ്ങളിൽ അപ്പോഴും എന്താണ് വലിയ അനക്കമൊന്നും ഇല്ലായിരുന്നു. അപ്പോൾ ഗ്രാമപ്രദേശങ്ങളും കൂടെ നമ്മൾ ഈ പ്രക്ഷോഭങ്ങളെ കൊണ്ടുവരണമെങ്കിൽ, ഈ ഗ്രാമങ്ങളെന്ന് പറയുമ്പോൾ അവിടെ അറിയാമല്ലോ, അവിടെ ഹിന്ദു മുസ്ലിംസ് ഒക്കെ ഉള്ള ഒരു സമമായിട്ട് താമസിക്കുന്ന സ്ഥലങ്ങളാണ്. അപ്പോൾ അവിടേക്ക് എത്തണമെങ്കിൽ അവരുടെ വിഷയങ്ങൾ എന്ത് ചെയ്യണം, പ്രശ്നത്തിലോട്ട് വരണം, അല്ലെങ്കിൽ അവർക്ക് ബുദ്ധിമുട്ടുണ്ടാകും. അപ്പം അങ്ങനെയൊക്കെ മഹാത്മാഗാന്ധി കണ്ടൊരു കാര്യമാണ്, നമ്മുടെ ഇന്ത്യയിലെ മുസ്ലിം ജനതകളെ നമുക്ക് എന്ത് ചെയ്യാം, ഈ പറയുന്ന പ്രക്ഷോഭത്തിലോട്ട് കൊണ്ടുവരാൻ പറ്റും. എങ്ങനെയെന്ന് വെച്ച് കഴിഞ്ഞാൽ ഖിലാഫത്ത് പ്രസ്ഥാനത്തിന് സപ്പോർട്ട് ചെയ്താൽ മതി. അപ്പോൾ എന്താ ഖിലാഫത്ത് പ്രസ്ഥാനം എന്ന് വെച്ച് കഴിഞ്ഞാൽ, അല്ലെങ്കിൽ ഖിലാഫത്ത് മൂവ്മെന്റ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇത്രയേ ഉള്ളൂ. നമുക്കറിയാം, ഒന്നാം ലോക മഹായുദ്ധത്തിൽ തുർക്കി എന്ന് പറയുന്ന രാജ്യം പരാജയപ്പെട്ടു. ഒന്നാം ലോക മഹായുദ്ധം നമ്മൾ പഠിച്ചിട്ടോ മുന്നത്തെ ചാപ്റ്ററിൽ. അങ്ങനെ ഈ പറയുന്ന തുർക്കി എന്ന് പറയുന്ന രാജ്യത്തിനോട് ട്രീറ്റി ഓഫ് സിവേഴ്സ് എന്ന് പറയുന്ന ട്രീറ്റിയിൽ സിവേഴ്സ് ആണോ SEVRES സിവറസ് അല്ലേ, ട്രീറ്റി ഓഫ് സിവറസ് അല്ലെങ്കിൽ സിവറസ്, നമുക്ക് മലയാളത്തിൽ ഇൻഡസ്ട്രി എന്ത് ചെയ്യാം നോക്കാം, അപ്പോൾ കറക്റ്റ് പേര് കിട്ടും. ഓക്കെ എന്താണ് ഉടമ്പടിയുടെ പേരെന്തുവാണ്, സെവറസ് ഉടമ്പടി ഒപ്പിട്ടപ്പോൾ എന്താ പറ്റിയെന്ന് വെച്ച് കഴിഞ്ഞാൽ, ഈ തുർക്കിയുടെ രാജാവാല അതാണ് ഖലീഫ. ഈ ഖലീഫയും തുർക്കി എന്നൊക്കെ പറയുന്നത് എന്താണ്, മുസ്ലിം ജനതയുടെ പരമോന്നതമായിട്ടുള്ള സ്ഥലമാണ്. അപ്പം അവിടുത്തെ രാജാവിനെ ഈ പറയുന്ന എന്താണ് യൂറോപ്യൻ രാജ്യങ്ങളൊക്കെ അദ്ദേഹത്തിന് ശക്തി ഇല്ലാതാക്കി, അദ്ദേഹത്തിന് അധികാരങ്ങളൊക്കെ കുറച്ചു എന്ന് പറഞ്ഞപ്പോൾ മുസ്ലിം ജനത ഉണർന്നു. ഇതിനെതിരെ പ്രക്ഷോഭം നടത്തി. ആ പ്രക്ഷോഭത്തിൻ്റെ പേരാണ് ഖിലാഫത്ത് പ്രക്ഷോഭം. ഇന്ത്യയിലല്ല സത്യം പറഞ്ഞാൽ. അപ്പോൾ ഇതിൻ്റെ എഫക്റ്റ് എവിടെയാണ്, യൂറോപ്യൻ രാജ്യങ്ങളിലാണ്. എന്നാൽ ഇന്ത്യയിൽ ഈ പറഞ്ഞ പ്രക്ഷോഭങ്ങൾക്ക് നേതൃത്വം കൊടുത്ത രണ്ടാൾക്കാരാണ് അലി സഹോദരങ്ങൾ എന്ന് നമ്മളവർ പറയും. ആരാണ്, മുഹമ്മദ് അലിയും ഷൗക്കത്ത് അലിയും, മൗലാന മുഹമ്മദ് അലിയും മൗലാന ഷൗക്കത്ത് അലി, അലി സഹോദരങ്ങൾ എന്നാണ് ഇവർ പറയുന്നത്. ഇവരാണ് ഇന്ത്യയിൽ ഈ പറയുന്ന ഖിലാഫത്ത് പ്രസ്ഥാനം ശക്തിപ്പെടുത്തുന്നത്. അപ്പോൾ ഗാന്ധിജി എന്ത് ചെയ്തു എന്ന് വെച്ചാൽ ഇവരുമായിട്ട് ജോയിൻ്റ്, എന്നിട്ട് ഖിലാഫത്ത് പ്രസ്ഥാനവും അതുപോലെ തന്നെ ഈ പറയുന്ന എന്താണ് ദേശീയ പ്രക്ഷോഭവും കൂടി രണ്ടും കൂടി നമുക്ക് എന്ത് ചെയ്യാം, മിക്സ് ചെയ്തിട്ട് ജനങ്ങളിലോട്ട് മൊത്തം നമുക്ക് എന്ത് ചെയ്യാം, അറിയിക്കാം. അതിന് വേണ്ടിയിട്ട് എന്ത് ചെയ്യാം, ഇന്ത്യ മൊത്തം യാത്ര ചെയ്തിട്ട് ഓരോ സ്ഥലങ്ങളിൽ ചെന്നിട്ട് അവിടെയുള്ള ആൾക്കാരെ കണ്ടിട്ട് ഈ പറഞ്ഞ പ്രക്ഷോഭം എന്താണെന്ന് സോഷ്യൽ മീഡിയ ഒന്നും ഇല്ലല്ലോ, എല്ലാവരും അറിയിക്കാമെന്ന് വിചാരിച്ചു. അങ്ങനെ ജനസമ്മതി കൊണ്ടുവരാൻ ശ്രമിച്ചു. അങ്ങനെയാണ് ഇതൊരു ബഹുജന സമരത്തിലോട്ട് എന്ത് ചെയ്യുന്നത്, ഈ പറഞ്ഞ പ്രക്ഷോഭം പോകുന്നു. അപ്പോൾ ഇതാണ് ഖിലാഫത്ത് പ്രസ്ഥാനത്തെ പറ്റി നമ്മൾ അറിഞ്ഞിരിക്കേണ്ട കാര്യം.
അപ്പോൾ ഖിലാഫത്ത് പ്രസ്ഥാനത്തിൽ എന്തിനാണ് മഹാത്മാഗാന്ധി പോയി ചേർന്നത്? ജനപങ്കാളിത്തം ഉണ്ടാക്കിയെടുക്കാൻ വേണ്ടിയിട്ട്. അപ്പോൾ ദ ആന്റി റൗലറ്റ് അജിറ്റേഷൻ വാസ് എ ടേണിംഗ് പോയിന്റ് ഇൻ ദ ഫ്രീഡം മൂവ്മെന്റ് അല്ലേ. ഈ പറയുന്ന എന്താണ് റൗലറ്റ് ആക്ടിനെതിരെയുള്ള പ്രക്ഷോഭം അത്യാവശ്യം കത്തിക്കയറി. അതെന്താ പറ്റിയെന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ ജാലിയൻ വാലാബാഗ് വന്നപ്പോഴത്തേക്കും ജനങ്ങളൊക്കെ എന്ത് ചെയ്തു? മനസ്സിലാക്കിയാൽ ബ്രിട്ടീഷ് അന്നത്തെ ഒരു സോഷ്യൽ രീതി അനുസരിച്ച് നമ്മുടെ ബ്രിട്ടീഷുകാരെന്ന് വെച്ചാൽ നമ്മൾ അങ്ങനെ ശത്രുക്കളായിട്ട് കണ്ടിട്ടില്ല. അതാണ് നിങ്ങളിവിടെ മനസ്സിലാക്കേണ്ട കാര്യം. ബ്രിട്ടീഷ് എന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മുടെ ഭയങ്കര ശത്രുക്കളാണ്, അങ്ങനെ കലിപ്പാണ്, അങ്ങനെയൊന്നും ആയിരുന്നില്ല. കുറച്ച് ഏതോ സായിപ്പുമാർ വന്നിരുന്നു, അവർ കുറച്ച് അറിവൊക്കെ ഉണ്ട് നമ്മളെക്കാൾ, അവർ നമ്മളെ ഭരിക്കുന്നു എന്നൊക്കെ പറഞ്ഞ് ജനങ്ങൾക്ക് സത്യം പറഞ്ഞാൽ ബ്രിട്ടീഷുകാരെ ഇഷ്ടമായിരുന്നു ഒരു പരിധി വരെ. ശ്രദ്ധിക്കണം, ഒരു പരിധി വരെ. അപ്പോൾ അത് മനസ്സിലാക്കിയിട്ട് അല്ലെങ്കിൽ ആ പറയുന്ന ഒരു വിഷയം മാറിയിട്ട് ഈ ബ്രിട്ടീഷുകാർ പ്രധാനമായിട്ട് നമുക്കൊരു പണി തരികയാണെന്ന് ജനങ്ങളെ കൊണ്ട് തോന്നിപ്പിച്ചാൽ ആലോചിച്ച് നോക്കടാ. 2, 3, 5 കപ്പൽ വരുന്ന ബ്രിട്ടീഷുകാർ ഈ പറയുന്ന ഇന്ത്യ എന്ന് പറയുന്ന വലിയ രാജ്യത്തിലെ ജനതയെ മൊത്തം പേടിപ്പിച്ച് നിർത്തുക എന്ന് പറഞ്ഞാൽ നമ്മളെല്ലാം കൂടി അല്ലേ, നമ്മൾ പറയും എല്ലാവരും എണീറ്റ് നിന്ന് മൂത്രം ഒഴിച്ച് കഴിഞ്ഞാൽ ഒഴുകി പോകുന്ന അത്രയും ബ്രിട്ടീഷുകാരെ ഇവിടെ ഉണ്ടായിരുന്നത്. എന്നിട്ടാണ് എന്ത് ചെയ്തത്? അവന്മാർ നമ്മളെ ഭരിച്ചത്. അപ്പോൾ എന്താ കാര്യം? നമ്മളെ ജനങ്ങൾക്കും അവരോടൊരു താല്പര്യം ഉണ്ടായിരുന്നു, സത്യമായിട്ടുള്ള കാര്യമാണ്. അപ്പോൾ ആ പറയുന്നതിനകത്തുള്ള ചതി ജനങ്ങളെ മനസ്സിലാക്കി കൊടുക്കുക എന്നുള്ളതാണ് കാര്യം. അത് മനസ്സിലാക്കിയാൽ ജനങ്ങൾ അവർക്കെതിരെ പ്രക്ഷോഭം നടത്തുള്ളൂ. അല്ലെങ്കിൽ ആകെ 3, 2, 5 പ്രക്ഷോഭത്തിന് പോകും, അവന്മാർ എന്ത് ചെയ്യും? ഒന്നേ വെടിവെച്ച് വരും, അല്ലെങ്കിൽ തല്ലി ഒട്ടിക്കും. ഇതാണ് ഇവിടെ നടന്നുകൊണ്ടിരുന്നത്. അപ്പോൾ അത് മാറിയിട്ടാണ് മാസ് മൂവ്മെന്റ് വരുന്നത്. സോ നിങ്ങൾക്ക് ആ ഒരു ഐഡിയ കിട്ടുന്നുണ്ടല്ലോ അല്ലേ. അപ്പോൾ മാസ് മൂവ്മെന്റ് വരുന്നത് ഗാന്ധി റെക്കഗ്നൈസ്ഡ് ഇമ്പോർട്ടൻസ് ഓഫ് എക്സ്റ്റെൻഡിങ് ദ മൂവ്മെന്റ് ടു റൂറൽ ഏരിയാസ് as well. He also understood that Hindu-Muslim unity was essential for national solidarity. 1905 ബംഗാൾ വിഭജനം നിങ്ങൾക്ക് ഓർമ്മയുണ്ടോ? 1905 ബംഗാൾ വിഭജനം. ഈ ബംഗാൾ വിഭജനം എന്ന് പറയുന്നൊരു സംഭവം നടന്നത് എന്തിനാ? ഹിന്ദു മുസ്ലിംസിനെ തമ്മിൽ തല്ലിക്കാൻ. ഇവന്മാർ മാക്സിമം ശ്രമിച്ചുകൊണ്ടിരുന്നത് എന്താണ്? ഹിന്ദുക്കളെയും മുസ്ലിങ്ങളെയും തമ്മിൽ തല്ലിക്കും. കാരണം ഇന്ത്യയിൽ അന്ന് പ്രധാനമായിട്ടുള്ള 2 ഗ്രൂപ്പ് ആരൊക്കെയാണ്? ഹിന്ദുക്കളും മുസ്ലിങ്ങളും. ഇവരെ തമ്മിൽ തല്ലിച്ച് നിർത്തി കഴിഞ്ഞാൽ നമുക്ക് എന്ത് ചെയ്യാം? ഭരിക്കാന്നായിരുന്നു ബ്രിട്ടീഷ്. ഡിവൈഡ് ആൻഡ് റൂൾ എന്നാണ് ഇതിനെ വിളിക്കുന്നത്. അപ്പോൾ അത് തകർക്കണമെങ്കിൽ ഹിന്ദുക്കൾ മുസ്ലിങ്ങൾക്ക് വേണ്ടി നിൽക്കുന്നെന്നും മുസ്ലിങ്ങൾ ഹിന്ദുക്കൾക്ക് വേണ്ടി നിൽക്കുന്നു എന്നും ജനങ്ങൾക്ക് തോന്നണം. അപ്പോൾ അതിനുവേണ്ടി അദ്ദേഹം എന്ത് ചെയ്തു? ഖിലാഫത്ത് ഇഷ്യൂ അങ്ങോട്ട് എടുത്തു. എന്നിട്ട് എന്ത് ചെയ്തു? അലി സഹോദരങ്ങൾ വിളിച്ചിട്ട് പറഞ്ഞു, അരേ ബായി ആവോ, എന്താണ് നമുക്ക് ജോയിൻ്റ് ആയിട്ട് എന്ത് ചെയ്യാം? ഇന്ത്യ മുഴുവൻ ചെന്നിട്ട് നിങ്ങൾക്ക് ഖിലാഫത്തിനെ പറ്റിയും പറയാം, ഞാനും എന്ത് ചെയ്യാം? ഖിലാഫത്ത് കമ്മിറ്റി പ്രസിഡന്റ് എന്തോ ആവുന്ന മഹാത്മാഗാന്ധി. അങ്ങനെ എന്ത് പറ്റി? നമുക്ക് ജോയിൻ്റ് ആയിട്ട് എന്ത് ചെയ്യാം? ഇന്ത്യ മൊത്തം പോയിട്ട് ബ്രിട്ടീഷുകാർ കള്ളന്മാരാണെന്ന് ഇവന്മാർ നമുക്കൊരു പണി തരാണെന്ന് പറയാമെന്ന് പറഞ്ഞു. അങ്ങനെ മഹാത്മാഗാന്ധി ഒരു പുതിയ പ്രക്ഷോഭം ലോഞ്ച് ചെയ്യുന്നു. അതിൻ്റെ പേരാണ് എന്ത്? നോൺ കോപ്പറേഷൻ. എന്ന് വെച്ചാൽ എന്താ? നോൺ കോപ്പറേഷൻ അഥവാ നിസ്സഹകരണം. ഓക്കെ, എന്താണ് നിസ്സഹകരണം? മലയാളത്തിലും ഈ പറഞ്ഞ കാര്യം തന്നെ. ഓക്കെ, റൗലറ്റ് നിയമത്തിനെതിരെ സമരം അല്ലെ, എന്താണ്? സ്വാതന്ത്ര്യ സമരത്തിലെ ഒരു വഴിത്തിരിവായിരുന്നു. എന്നാൽ ഇത് പ്രധാനമായിട്ടും നഗരമേഖലകളിലായിരുന്നു. അതുകൊണ്ട് എന്ത് പറ്റി? ഗ്രാമീണ മേഖലകളിൽ വരണമെങ്കിൽ എന്ത് പറ്റണം? മഹാത്മാഗാന്ധി പറഞ്ഞു എന്ത് ചെയ്യണം? ഹിന്ദു മുസ്ലിം ഐക്യമൊക്കെ വന്നാൽ ഗ്രാമത്തിലൊക്കെ പോയി നമുക്കിത് എക്സ്റ്റെൻഡ് ചെയ്യാൻ പറ്റുള്ളൂ. അപ്പോൾ അതിനുവേണ്ടി എന്ത് ചെയ്തു? ഖിലാഫത്ത് പ്രസ്ഥാനത്തിനെ ഏറ്റെടുത്തിട്ട് അലി സഹോദരങ്ങളുടെ അടുത്ത് പറഞ്ഞിട്ട് പറഞ്ഞു നമുക്ക് എന്ത് ചെയ്യാം? ഒരുമിച്ച് പോകാമെന്ന് പറഞ്ഞു. അങ്ങനെ അദ്ദേഹം എന്ത് പറ്റുന്നു? ഈ പറയുന്ന ഖിലാഫത്ത് പ്രസ്ഥാനവും അതുപോലെ നമ്മുടെ ഇന്ത്യൻ നാഷണൽ കോൺഗ്രസും കൂടെ ചേർന്നിട്ട് എന്ത് വരുന്നു? നിസ്സഹകരണ പ്രസ്ഥാനം ആരംഭിക്കുന്നു. ഓക്കെ, അപ്പോൾ എന്താണ്? ഖിലാഫത്ത് കമ്മിറ്റിയുടെയും അതുപോലെ ഇന്ത്യൻ നാഷണൽ കോൺഗ്രസിൻ്റെയും നേതൃത്വത്തിലാണ് എന്താണ്? നിസ്സഹകരണം എന്ന് വെച്ചാൽ. അപ്പോൾ ഇപ്പോഴാണ് നിങ്ങൾ നിസ്സഹകരണം, ഞാൻ നേരത്തെ പറഞ്ഞ പോയിന്റ് ഇപ്പോഴും വേണ്ടി വരുന്നത്. ആരോട് നിസ്സഹകരിക്കും? ബ്രിട്ടീഷുകാരോട്. കാരണം ഇന്ത്യയിൽ അന്ന് ഇത് ആലോചിക്കണം, ഇതൊക്കെ 1920, 22 കാലഘട്ടത്തിൽ നടക്കുന്ന കാര്യമാണ്. അപ്പോൾ എല്ലാ സംഭവം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ നമുക്കറിയാം ഇവർ 1400 ഇവിടെ വന്നത്. അപ്പോൾ എത്ര വർഷം അവരോട് നിൽക്കുന്നു എന്നറിയാമല്ലോ. അപ്പോൾ ഇന്ത്യയിലെ പ്രധാനപ്പെട്ട സ്കൂളുകൾ, കോളേജുകൾ, ആശുപത്രികൾ, ഇതൊക്കെ നമ്മൾ ഇന്നത്തെ ഇന്ത്യ, ഞാൻ ഇപ്പോൾ ഒരു എക്സാമ്പിൾ പറയാം, ഇന്ത്യ ഗവൺമെൻറ് ഇന്നുണ്ട്. ഈ ഇന്ത്യ ഗവൺമെൻറ് നമുക്കെതിരെ മോശമാണ് ചെയ്യുന്നതെന്ന് പറയാൻ പറ്റുമോ? നമുക്ക് ഇല്ല. അതുപോലെ അന്ന് ഇന്ത്യ ഭരിച്ചിരുന്ന ഗവൺമെൻറ്റാണ് ബ്രിട്ടീഷ് ഗവൺമെൻറ്. മനസ്സിലാവുന്നുണ്ടല്ലോ? എന്ന് വെച്ചാൽ ഇത്ര നല്ലതൊന്നും അല്ല, ഇന്ത്യക്കാരും അല്ല ഭരിച്ചിരുന്നത്, സായിപ്പന്മാരായിരുന്നു. അപ്പോൾ അവർക്ക് നമ്മുടെ സ്നേഹമൊന്നും ഉണ്ടായിട്ട് ആവശ്യമില്ല. സോ അത് മനസ്സിലാക്കണം. ഇനി ഞാൻ നമ്മളെ ഗവൺമെൻറ്റിനെ ബ്രിട്ടീഷിനെ താരതമ്യം ചെയ്തൊന്നും തോന്നിക്കൊണ്ട് വരരുത്, അങ്ങനെയല്ല ഉദ്ദേശിച്ചത്. നിങ്ങൾ മൈൻഡ് സെറ്റ് ആലോചിക്കുക. അപ്പോൾ ഇതുപോലൊരു ഗവൺമെൻറ്റാണ് ഭരിക്കുന്നത്. ഗവൺമെൻറ് സ്കൂളുണ്ട്, കോളേജുണ്ട്, ആശുപത്രിയുണ്ട്, അല്ലെ, എന്താണ്, കോടതികളുണ്ട്, എല്ലാം ഉണ്ട്. അപ്പോൾ ഇതിൽ നമ്മൾ ഇന്ത്യക്കാർ തന്നെ ജോലി ചെയ്യുന്ന ബ്രിട്ടീഷുകാർക്ക് വേണ്ടിയിട്ട്. അപ്പോൾ ഇവിടെ നിന്നൊക്കെ നമ്മൾ എന്ത് ചെയ്യണം? നിസ്സഹകരണം കാണിക്കണം. അപ്പോൾ എന്തൊക്കെ ചെയ്യണം? നമ്മൾ ബ്രിട്ടീഷുകാർ നൽകുന്ന പദവികൾ എന്ത് ചെയ്യുക? തിരിച്ചു നൽകുക. അങ്ങനെ മഹാത്മാഗാന്ധി കൈസറി ഹിന്ദ് പദവിയും നമ്മൾ രവീന്ദ്രനാഥ ടാഗോറും പദവികളൊക്കെ എന്ത് ചെയ്യുന്നുണ്ട്? തിരിച്ചു കൊടുക്കുന്നുണ്ട്. അങ്ങനെ ഇവർ ബ്രിട്ടീഷുകാർ നമ്മൾ ഇന്ത്യക്കാരെ സൂചിപ്പിക്കാൻ വേണ്ടി തരുന്ന പദവികളൊക്കെ തിരിച്ചു കൊടുക്കുക. അതിൻ്റെ ഒന്നും ഔദാര്യം വേണ്ട. സർക്കാർ ഉദ്യോഗങ്ങൾ എന്ത് ചെയ്യുക? രാജിവെക്കുക. ഗവൺമെൻറ് സർവീസിലുള്ളവരൊക്കെ ജോലി രാജിവെക്കണം. അഭിഭാഷകർ കോടതി എന്ത് ചെയ്യണം? ബഹിഷ്കരിക്കണം. കോർട്ടിൽ നിന്ന് എന്ത് ചെയ്യണം? അവർ പോകാതിരിക്കണം. അപ്പോൾ കേസും കാര്യങ്ങളൊക്കെ പെൻഡിങ് ആവും, ബ്രിട്ടീഷുകാർ സമ്മർദ്ദത്തിലാവും. വിദ്യാർത്ഥികൾ ബ്രിട്ടീഷ് വിദ്യാലയങ്ങൾ ബഹിഷ്കരിക്കണം. അതുപോലെ എന്താണ്? വിദേശ വസ്തുക്കൾ എന്ത് ചെയ്യണം? ബഹിഷ്കരിക്കണം. എന്ത് ബഹിഷ്കരിക്കണം? വിദേശ വസ്തുക്കൾ എന്ത് ചെയ്യണം? ബഹിഷ്കരിക്കണം. ഇതായിരുന്നു അവരുടെ ആവശ്യം എന്ന് പറയുന്നത്. അപ്പോൾ എന്തൊക്കെയാണ്? ഒന്ന്, ഈ പറയുന്ന
ബ്രിട്ടീഷുമായിട്ട് നിസ്സഹരണം. നിങ്ങൾ പറഞ്ഞ ഒന്നും ഞങ്ങൾ ഇനി എന്ത് ചെയ്യത്തില്ല, നഹി ഞങ്ങൾ എന്ത് ചെയ്യത്തില്ല, ഇനി കേൾക്കാൻ പോകുന്നില്ല, ഞങ്ങൾ പിണങ്ങി എന്ത് ചെയ്തു, മൊത്തം വിഷയമാണ്. അതുപോലെ എന്താണ്, നിയമനിർമ്മാണ സഭകൾ ബഹിഷ്കരിക്കുക. കാരണം ആ സമയം ഇപ്പം നമ്മൾ ചെറിയ കോൺസ്റ്റിറ്റ്യൂന്റ് അസംബ്ലി ഒക്കെ സെറ്റ് ചെയ്തിട്ടുണ്ടായിരുന്നു. ഇന്നത്തെ അസംബ്ലി അല്ല, അന്നത്തെ പാർലമെന്റ് പോലെയുള്ള സംഭവം ആലോചിച്ചു. അത് ഇലക്ഷനോ പരിപാടിയൊക്കെ അന്ന് ഇവിടെ ഉണ്ട് കേട്ടോ. അപ്പോൾ അതൊക്കെ എന്ത് ചെയ്യുക, നിസ്സഹരിക്കുക എന്നുള്ളതാണ് അടുത്ത പരിപാടി. അപ്പോൾ ഫൈറ്റ് ത്രൂ നോൺ കോർപ്പറേഷൻ. അപ്പോൾ എന്താണ്, നോൺ വയലൻസ് ആൻഡ് നോൺ കോർപ്പറേഷൻ മൂവ്മെന്റ് വാസ് ലോഞ്ച്ഡ് അണ്ടർ ദ ജോയിന്റ് ലീഡർഷിപ്പ് ഓഫ് ഖിലാഫത്ത് കമ്മിറ്റി ആൻഡ് ഇന്ത്യൻ നാഷണൽ കോൺഗ്രസ്. മനസ്സിലാവുമല്ലോ. ദ മെത്തേഡ് ഓഫ് നോൺ കോർപ്പറേഷൻ എന്തൊക്കെയായിരുന്നു? റിട്ടേണിംഗ് ദ ഓണേഴ്സ് ഗ്രാൻറ്റഡ് ബൈ ദ ബ്രിട്ടീഷ് ഗവൺമെന്റ്, പദവികൾ തിരിച്ചു കൊടുക്കുക. റിസൈനിങ് ഫ്രം ഗവൺമെന്റ് ജോബ്. അഡ്വക്കേറ്റ് എന്ത് ചെയ്യുന്നു, കോർട്ടുകൾ ബോയ്ക്കോട്ട് ചെയ്യുന്നു. സ്റ്റുഡൻറ് എന്ത് ചെയ്യുന്നു, ബ്രിട്ടീഷ് റൺ സ്കൂളുകളിൽ നിന്ന് മാറിയിട്ട് നാട്ടിലുള്ള ആൾക്കാർ നടത്തുന്ന സ്കൂളുകളിലേക്ക് വരുന്നു. ഫോറിൻ ഗുഡ്സുകൾ എന്ത് ചെയ്യുന്നു, നമ്മൾ ഉപേക്ഷിക്കുന്നു. അതുപോലെ തന്നെ എന്താണ്, ലെജിസ്ലേറ്റീവ് അസംബ്ലികൾ എന്ത് ചെയ്യുന്നു, നമ്മൾ എന്ത് ചെയ്യുന്നു, ഇത് നിരോധിക്കുന്നു. അപ്പോൾ ഇതിനു വേണ്ടിയിട്ട് എന്ത് ചെയ്യുന്നു നമ്മുടെ നാട്ടിൽ? അപ്പോൾ ഇതൊക്കെ ബഹിഷ്കരിച്ചു കഴിഞ്ഞാൽ പിള്ളേർക്ക് പഠിക്കണ്ടേ, ആരോഗ്യം വേണ്ടേ? അപ്പോൾ അതിനുവേണ്ടി നമ്മൾ സ്വദേശിയായിട്ടുള്ള സാധനങ്ങൾ കൊണ്ടുവരുന്നു. അപ്പോൾ സ്വദേശി പ്രസ്ഥാനം നിങ്ങൾ പണ്ട് പഠിച്ചിട്ടുണ്ടാവും. അപ്പോൾ അതുപോലത്തെ മൂവ്മെന്റുകൾ കുറച്ചുകൂടി ശക്തിപ്പെടുന്നു അല്ലേ. ടു സ്ട്രെങ്തൻ സോഷ്യൽ ഹാർമണി, പ്രൊമോട്ടിംഗ് ദ യൂസ് ഓഫ് നാഷൻ പ്രോഡക്റ്റ്, ഇന്ത്യയിൽ ഉൽപ്പാദിപ്പിക്കുന്ന സാധനങ്ങൾ ഉപയോഗിക്കുക, ഖാദി ഉപയോഗിക്കുക, ചർക്കയിൽ നൂൽ നൂൽക്കുന്നതൊക്കെ നിങ്ങൾ കണ്ടിട്ടുണ്ടല്ലോ മഹാത്മാഗാന്ധി. ദേശീയ സ്കൂളുകൾ എന്ത് ചെയ്യുക, കൊണ്ടുവരിക. ഇതൊക്കെ ഈ പ്രസ്ഥാനത്തിന്റെ പ്രധാനപ്പെട്ട ഭാഗം ആയിരുന്നു. മനസ്സിലാക്കുന്ന കാര്യമല്ല അല്ലെ. സാമുദായിക സൗഹാർദ്ദം ശക്തിപ്പെടുത്തുക, സ്വദേശി വസ്തുക്കൾ എന്ത് ചെയ്യുക, ഉപയോഗിക്കുക, ഖാദി പ്രചരിപ്പിക്കുക, ദേശീയ വിദ്യാലയങ്ങളൊക്കെ കൊണ്ടുവരിക എന്നുള്ളതായിരുന്നു ഇതിന്റെ ഗുണം. അപ്പോൾ ഇത് ജനങ്ങളിലേക്ക് എത്തിക്കാൻ വേണ്ടിയിട്ട് നമ്മുടെ മഹാത്മാഗാന്ധിയും അതുപോലെ തന്നെ എന്താണ് അലി സഹോദരങ്ങളും എന്ത് ചെയ്യുന്നു, ഇതിന്റെ വിവിധ ഭാഗങ്ങളിൽ സഞ്ചരിക്കുന്നു. ഇതിന്റെ ഭാഗമായിട്ട് മഹാത്മാഗാന്ധി എവിടെയും വന്നിട്ടുണ്ട്, കേരളത്തിലും സന്ദർശനം നടത്തിയിട്ടുണ്ട്. മനസ്സിലാക്കുക. ഓക്കെ. അങ്ങനെ എന്ത് പറ്റി, ജനങ്ങളെ നേരിട്ട് കാണുകയും ചെയ്തു. ഈ സന്ദർശനങ്ങൾ എന്ത് പറ്റി, സ്വാതന്ത്ര്യ സമരം എന്ന് പറയുന്നത് സാധാരണക്കാരുടെ ഇടയിലേക്ക് കൂടി വ്യാപിപ്പിക്കാൻ കാരണമായി. കാരണം എന്താണെന്ന് വെച്ചിക്കഴിഞ്ഞാൽ എന്താ, ഗവൺമെന്റ് ഇപ്പോൾ പറയുന്നത്, ഇപ്പോൾ ആലോചിക്കുക, ഗാന്ധിജി എന്നൊക്കെ പറയുമ്പോൾ അന്ന് പത്രമൊക്കെ വായിച്ച ആൾക്കാർക്ക് അറിയാം. അപ്പോൾ അവരെന്ത് ചെയ്യും, നമ്മുടെ നാട്ടിലോട്ട് വന്നിട്ട് നമ്മുടെ അടുത്ത് കാര്യങ്ങളൊക്കെ നേരിട്ട് എന്ത് ചെയ്യാൻ പറഞ്ഞു തരികയാണ്. ഇങ്ങനെയൊക്കെയാണ് സംഭവങ്ങൾ, പ്രശ്നങ്ങളാണ്, നമ്മൾ ഒരുമിച്ച് നിന്ന് കാര്യങ്ങളൊക്കെ ചെയ്തു കഴിഞ്ഞാൽ ശരിയാവുള്ളൂ എന്നൊക്കെ പറയുന്നത്. അപ്പോൾ ജനങ്ങൾക്ക് മനസ്സിലായി മഹാത്മാഗാന്ധി പറഞ്ഞത് എന്താണ്, ശരിയാണ്. അപ്പോൾ നമ്മൾ എന്ത് ചെയ്യണം, ബ്രിട്ടീഷുകാർക്കെതിരെ പോരാടണം എന്ന് തീരുമാനിച്ചു. അങ്ങനെ ഗ്രാമ നഗര മേഖലകളിൽ എന്ത് ചെയ്തു, സമരം ഒരുപോലെ ശക്തിപ്പെട്ടു. അങ്ങനെ ഇത് വൻ ഹിറ്റായിട്ട് മാറുകയാണ്. അതായത് വൻ ഹിറ്റ് എന്ന് വെച്ചാൽ നമ്മൾ പ്രതീക്ഷിക്കാതെ, ഗാന്ധിജി പോലും പ്രതീക്ഷിക്കാതെ അത്ര എന്ത് ചെയ്തു, വൻ ഒരു ഹിറ്റായിട്ട് മാറി. അതിൽ സ്ത്രീകളും തൊഴിലാളികളും വിദ്യാർത്ഥികളും ഗോത്രജനതയും കർഷകരും ഒക്കെ എന്ത് ചെയ്തു, പങ്കെടുത്തു. അപ്പോൾ അവരെന്നെങ്ങനെയാണ് പങ്കെടുത്തതെന്ന് വെച്ച് കഴിഞ്ഞാൽ, സ്ത്രീകൾ എന്ത് ചെയ്തു, വിദേശ വസ്തുക്കൾ ബഹിഷ്കരിച്ചു. വിദേശ തുണിത്തരങ്ങളൊക്കെ കൊണ്ടുവന്ന് ഒരുമിച്ച് നഗരത്തിൽ പൊതുവായിട്ട് എന്ത് ചെയ്തു, കത്തിച്ചു കളഞ്ഞു. ഓക്കെ, കത്തിച്ചു കളഞ്ഞപ്പോൾ നമുക്ക് പ്രതിഷേധം അത്രത്തോളം ശക്തമായി. നമ്മളിപ്പോൾ സമരം കാണുമ്പോൾ കോലമൊക്കെ കത്തിക്കൂല, അതുപോലെ ആൾക്കാർ എന്ത് ചെയ്തു, വിദേശ വസ്ത്രങ്ങളൊക്കെ കൊണ്ടുവന്നിട്ടിട്ട് കത്തിച്ചു. ഇന്ത്യ സാധനം മാത്രമേ ഉപയോഗിക്കുള്ളൂ. തൊഴിലാളികൾ എന്ത് ചെയ്തു, ജോലിയിൽ നിന്നും വിട്ടുനിന്നു. ഫോർ എക്സാമ്പിൾ ഒന്നും രണ്ടെണ്ണം പറയുന്നുണ്ട്. ഇപ്പോൾ മദ്രാസിലെ ബക്കിംഗ്ഹാം കർണാട്ടിക് തുണിമില്ലിലെ തൊഴിലാളികൾ, അതുപോലെ ആസാമിലെ തോട്ടം തൊഴിലാളികൾ, അതുപോലെ എന്താണ് അസം ബംഗാൾ റെയിൽവേയിലെ തൊഴിലാളികളൊക്കെ എന്ത് ചെയ്തു, പണിമുടക്ക് സമരത്തിൽ സഹകരിച്ചു. അവരൊന്നും ജോലിക്ക് പോയില്ല. അപ്പോൾ എന്ത് പറ്റും, ബ്രിട്ടീഷുകാർക്ക് സ്വന്തമായിട്ട് അവർ മാത്രം കൊണ്ട് ഈ പറയുന്ന മെഷീൻ അല്ലെങ്കിൽ ഈ ഒരു ഇന്ത്യൻ രാജ്യം ഭരിക്കാൻ പറ്റൂലല്ലോ, അത് ഇന്ത്യൻ ആൾക്കാരും വേണം. അപ്പോൾ അവർ വിട്ടു വന്നപ്പോഴത്തേക്ക് ബ്രിട്ടീഷുകാരൊന്ന് പേടിച്ചു തുടങ്ങി. ഇനി വിദ്യാർത്ഥികൾ എന്ത് ചെയ്തു, ആയിരക്കണക്കിന് വിദ്യാർത്ഥികൾ സ്കൂള്, അതായത് ഈ പറഞ്ഞ സർക്കാർ ഗവൺമെന്റ് ബ്രിട്ടീഷ് സ്കൂളുകളിൽ നിന്ന് മാറിയിട്ട് എന്ത് ചെയ്തു, ദേശീയ വിദ്യാലയങ്ങളിലേക്ക് ചേർന്നു. ബനാറസിലെ കാശി വിദ്യാപീഠം, ഗുജറാത്ത് വിദ്യാപീഠം, അലിഗർ ജാമിയ മിലിയ ഇസ്ലാമിയ യൂണിവേഴ്സിറ്റി പോലെയുള്ള ഇന്ത്യക്കാർ നടത്തുന്ന സ്ഥാപനങ്ങളിലേക്ക് അവർ വന്നു. ഗോത്രജനത എങ്ങനെ പങ്കെടുത്തതെന്ന് വെച്ച് കഴിഞ്ഞാൽ, ഗോത്ര നിയമങ്ങൾ, അതായത് ഈ പറയുന്ന ഗോത്രജനത എന്ന് വെച്ചാൽ ആദിവാസി സമൂഹത്തിലുള്ളവർക്കൊന്നും കാട്ടിൽ കയറിയിട്ട് ഈ പറയുന്ന സാധനങ്ങളൊക്കെ ഉപയോഗിക്കുന്നതിനും പറിച്ചെടുക്കുന്നതിനും ഒക്കെ ലിമിറ്റേഷൻ ഉണ്ടായിരുന്നു. അവരാ നിയമം പാലിച്ചുകൊണ്ടിരിക്കുകയായിരുന്നു. അപ്പോൾ ഇത് വന്നപ്പോൾ അവരെന്ത് ചെയ്തു, ആ നിയമങ്ങളൊക്കെ ലംഘിക്കാൻ തുടങ്ങി. വനവിഭവങ്ങൾ എന്ത് ചെയ്തു, അവർ ശേഖരിക്കാനും അത് ഉപയോഗിക്കാനും ഒക്കെ തുടങ്ങി. അങ്ങനെ ബ്രിട്ടീഷുകാരാകെ വീട്ടിലായി. കർഷകർ എന്ത് ചെയ്തു, കർഷകരാണ് മെയിനായിട്ട് പങ്കെടുത്തത്. കാരണം കർഷകർ എന്ത് ചെയ്തു എന്ന് വെച്ച് കഴിഞ്ഞാൽ, ബ്രിട്ടീഷുകാർ പറയുന്ന ഇപ്പോൾ അവർക്ക് ഇഷ്ടപ്പെട്ട സാധനങ്ങൾ എന്തൊക്കെയാണ്, നമ്മൾ നീലത്തിനെ പറ്റി കഴിഞ്ഞ ക്ലാസ്സിൽ പഠിച്ചു. അതുപോലെ ചണം മില്ലുകൾ, ഇതൊക്കെ അവർക്ക് അവിടെ ആവശ്യമുള്ള സാധനങ്ങൾ ഇവിടെ കൾട്ടിവേറ്റ് ചെയ്യിപ്പിച്ചിട്ട് കൊണ്ടുപോകുന്ന പരിപാടി, ഇവിടെ വെൽത്ത് ആൻഡ് വേൾഡ് നമ്മൾ പഠിച്ചതാണ്. ആ സംഭവങ്ങളൊക്കെ അവർ നിർത്തി. അതായത് എന്ത് പറ്റി, ജവഹർലാൽ നെഹ്റുവിൻ്റെ നേതൃത്വത്തിൽ അവധ് കിസാൻ സഭ എന്ത് ചെയ്തു, ആരംഭിക്കുന്നു. അതിൻ്റെ ഭാഗമായിട്ട് എന്ത് ചെയ്യുന്നു, ഈ പറയുന്ന ചണകൃഷി ബഹിഷ്കരിക്കുന്നു. അങ്ങനത്തെ പല പല കാര്യങ്ങളും ചെയ്തു. എന്നിട്ട് കോട്ടൺ നന്നായിട്ട് നട്ടു. നമ്മുടെ നാട്ടിൽ മെയിൻ സാധനം നെല്ലാണല്ലോ, അപ്പോൾ നെൽകൃഷിയൊക്കെ പ്രൊമോട്ട് ചെയ്തു. ബ്രിട്ടീഷുകാരൊന്നും പ്രൊമോട്ട് ചെയ്തത്, കാരണം ഇവിടെ ഉള്ളവർ പട്ടിണി കിടന്നാലും അവർക്ക് കൃഷിയില്ലല്ലോ. അങ്ങനെ ചണത്തിന് വരെ നെല്ലും പരുത്തിയൊക്കെ അവർ കൃഷി ചെയ്തു. എന്തിനായിരുന്നു എന്ന് വെച്ച് കഴിഞ്ഞാൽ, ചണത്തിൻ്റെ ലഭ്യത കുറയുമ്പോഴത്തേക്കും ചണമില്ലൊക്കെ എന്ത് ചെയ്യും, പൂട്ടിക്കെട്ടും.
നെൽകൃഷി കൂടുമ്പോൾ നമുക്ക് ആഹാരത്തിന് ആവശ്യമുള്ള സാധനം കിട്ടും. കാരണം ബംഗാൾ ഫെമൈൻ എന്നൊക്കെ പറഞ്ഞ് പിന്നെ നമ്മൾ പഠിക്കും. ഓക്കെ, അന്ന് ഒരുപാട് ജനങ്ങൾ എന്ത് ചെയ്തു, ആഹാരം കിട്ടാതെ മരിച്ചു. എന്തുകൊണ്ടാണ്? ബ്രിട്ടീഷുകാർ അവർക്ക് ഇഷ്ടമുള്ള അവർക്ക് ഉപയോഗമുള്ള സാധനങ്ങൾ കൾട്ടിവേറ്റ് ചെയ്യാൻ ജനങ്ങളെ പ്രേരിപ്പിച്ചുകൊണ്ടിരുന്നപ്പോൾ നമുക്കുള്ള ആഹാരം ഇല്ലാതായി. അതുപോലെ പരുത്തി ലഭ്യമാക്കാൻ അപ്പോൾ എന്ത് പറ്റും, പരുത്തി നിന്നാണ് നൂൽ ചർക്ക കറക്കിയിട്ട് നമുക്ക് ഇന്ത്യൻ തുണിത്തരങ്ങളൊക്കെ ഉൽപ്പാദിപ്പിക്കാനായിട്ട് പറ്റി. അങ്ങനെ സംഭവം നല്ല അടിപൊളി ഹിറ്റായിട്ട് പൊയ്ക്കൊണ്ടിരുന്നപ്പോഴാണ് പണി കിട്ടുന്നത്. എന്താ പണിയെന്ന് വെച്ച് കഴിഞ്ഞാൽ, ഈ ചൗരി ചൗര എന്ന് പറയുന്ന ഒരു സ്ഥലമുണ്ട്. ഇവിടെയാണ് ചൗരി ചൗര. അപ്പോൾ ഈ ചൗരി ചൗര എന്ന് പറയുന്ന സ്ഥലത്ത് വെച്ചിട്ട് ഒരു പ്രശ്നം ഉണ്ടായി. എന്താ പ്രശ്നം എന്ന് വെച്ച് കഴിഞ്ഞാൽ, അവിടെ ജനങ്ങളും പോലീസും തമ്മിൽ അടിയായി. അങ്ങനെ ജനങ്ങളും പോലീസും തമ്മിൽ അടിയാകുന്ന സമയത്ത് 1922 ഫെബ്രുവരി 5 എന്താ ഈ പറയുന്ന എന്താണ് ചൗരി ചൗരയിൽ സർക്കാരും പോലീസും തമ്മിൽ സംഘർഷം ഉണ്ടായി. സത്യം പറഞ്ഞാൽ അവിടുത്തെ ഈ ലിക്കർ, ഈ മദ്യക്കച്ചവടവുമായി ബന്ധപ്പെട്ട് എന്ത് ചെയ്യുന്നു, ഇവര് ഈ പറയുന്ന എന്തുവാണ്, ജനങ്ങൾ സമരം ചെയ്യുന്നു, ബ്രിട്ടീഷുകാർ വരുന്നു, അവർ വെടിവെച്ചിട്ട് സമര അനുകൂലികൾ 1-2 പേര് മരിക്കുന്നു. അപ്പോൾ ജനങ്ങൾ മൊത്തം പോലീസിനെതിരെ തിരിഞ്ഞിട്ട് അറിയാം. ഇവിടെ പ്രശ്നം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇവിടെ നോൺ വയലൻസ് ആണ് മെയിൻ. ഇവിടെ എന്താണ്, നോൺ വയലൻസ് ആണ് നമ്മുടെ മെയിൻ. ഇല്ല, ഗാന്ധിജിയുടെ സമരമുറ എന്ന് പറയുന്നത് തന്നെ എന്താണ്, നോൺ വയലൻസ് ആണ്. എന്ന് വെച്ചാൽ എന്താണ്, അഹിംസയാണ്. ഹിംസ പാടില്ല. ഇങ്ങോട്ട് അടിച്ചാൽ അല്ലെ ഒരു കാരണത്തടി കിട്ടി കഴിഞ്ഞാൽ എന്ത് ചെയ്യണം, മറ്റേ കാരണം കൂടി കാണിച്ചു കൊടുക്കണം എന്ന് പറഞ്ഞ പുള്ളിക്കാരന്. പക്ഷെ ജനങ്ങൾ അത് കേട്ടില്ല. ജനങ്ങൾ എന്ത് ചെയ്തെന്ന് വെച്ച് കഴിഞ്ഞാൽ മൊത്തം വയലൻ്റ് ആയിപ്പോയി. കാരണം അവർ കൂടെ നിന്നുള്ള 2-3 വെടിവെച്ച് വന്നല്ലേ. ഇവരെല്ലാം കൂടി പോലീസ് സ്റ്റേഷൻ വളഞ്ഞിട്ട് പോലീസ് സ്റ്റേഷന് തീയിട്ടു. 22 പോലീസുകാർ എന്ത് ചെയ്തു, സമരത്തിൽ മരിക്കുന്നു. 22 പോലീസുകാർ എന്ത് ചെയ്യുന്നു, സമരത്തിൽ മരിക്കുന്നു. ചൗരി ചൗര എവിടെയാണെന്ന് അറിയാലോ, UP-യിലാണ്, ഉത്തർപ്രദേശിലാണ്. ഓക്കെ, സോ എൻട്രെയിൻ ചെയ്ത് അരിശം പൂണ്ട ദേഷ്യം പൂണ്ട മോബ് എന്ന് ചെയ്ത് കൂട്ടം എന്ത് ചെയ്തു, പോലീസ് സ്റ്റേഷനെ കത്തിച്ചു. അങ്ങനെ നമ്മുടെ നോൺ വയലൻസ് സമരം വയലൻ്റ് ആയിട്ട് മാറി. ഗാന്ധിജിക്ക് അതെന്ത് ചെയ്തില്ല, ഇഷ്ടപ്പെട്ടില്ല. അപ്പോൾ ബാക്കിയുള്ളവർ ജവഹർലാൽ നെഹ്റുവൊക്കെ വന്നിട്ട് പറഞ്ഞു, നിങ്ങൾ പോട്ടെ, അവന്മാർക്കൊരു അബദ്ധം പറ്റിയതാണ്, നിങ്ങൾ ക്ഷമിച്ചേക്ക് അല്ലേ. സുഭാഷ് ചന്ദ്രബോസ് പറഞ്ഞു, വിട്ട് കളാ പോട്ട്, 2 നമ്മളെ വെടിവെച്ചിട്ടല്ലേ അവരെന്ത് ചെയ്തേ, പ്രക്ഷോഭം നടത്തി. പക്ഷെ ഗാന്ധിജി പറഞ്ഞു നെഹി എന്ന് പറഞ്ഞാൽ നെഹി. ഞാൻ പറഞ്ഞത് എന്താണ്, നോൺ വയലൻസ് ആണ്. ഇവിടെ വയലൻസ് വന്നു. വയലൻസ്. മഹാത്മാഗാന്ധി ഡോണ്ട് ലൈക്ക് വയലൻസ്. പറഞ്ഞു സമരം നിർത്ത്. ഇനി ഈ സമരത്തിൽ ഞാനില്ല, ഞാൻ നിർത്തി. അദ്ദേഹം എന്ത് ചെയ്തു, ഹി ഡിസൈഡഡ് ടു സ്റ്റോപ്പ് ദ മൂവ്മെന്റ്. ചൗരി ചൗര, അപ്പൊ ചമ്പാരനിൽ നിന്നൊക്കെ തുടങ്ങി ചൗരി ചൗര എത്തിയപ്പോഴത്തേക്ക് എന്ത് പറ്റി, ഈ ഇൻസിഡന്റിനോട് മഹാത്മാഗാന്ധി പറഞ്ഞു, ഇനി ഈ പറയുന്ന പരിപാടിക്ക് മേ നഹി ഹേ, ഞാനില്ല എന്ന് പറഞ്ഞ എന്ത് ചെയ്തു, സമരം പിൻവലിച്ചു. ആൾക്കാർ പറഞ്ഞു, ഈ ആളിത് എന്തുവാണ് ഈ കാണിക്കുന്നതെന്ന് പറഞ്ഞ് ക്രിട്ടിസൈസ് ചെയ്തു. പക്ഷെ മഹാത്മാഗാന്ധി അതിലൊന്നും വില കൊടുത്തില്ല. അദ്ദേഹം പറഞ്ഞു, എന്താണ്, പറ്റൂല, നെഹി എന്ന് പറഞ്ഞാൽ നെഹി. ഇത് പറ്റി ഒരുപാട് ക്രിറ്റിസിസം ഉണ്ടെങ്കിലും നമ്മുടെ സുഭാഷ് ചന്ദ്രബോസ് പറഞ്ഞ എന്താണ്, ഇതൊരു ദേശീയ ദുരന്തമാണ്. എന്താണ്, ദേശീയത്തിൽ എല്ലാവരും കൂടി സുഭാഷ് ചന്ദ്രബോസൊക്കെ ഇങ്ങനെ കോൺഗ്രസിലൊക്കെ ആദ്യം ഉണ്ടായിരുന്ന ആളല്ലേ. അപ്പം അദ്ദേഹമൊക്കെ പറഞ്ഞു, എന്താണ് ഇതൊക്കെ നല്ല സ്ട്രിക്റ്റായിട്ട് പോകുമല്ലേ, നിങ്ങളിത് കാണിക്കരുത് ഓക്കെ എന്ന് പറഞ്ഞിരുന്നപ്പോൾ എന്ത് പറ്റി, കുറേ നേതാക്കന്മാരുടെ സ്റ്റേറ്റ്മെൻറ്റുകളുണ്ട്. പല പേര് എന്താണ് ഹിമാലയം ബ്ലണ്ടർ എന്നും അങ്ങനെ പലതുമൊക്കെ പറയുന്നുണ്ട്. നമുക്ക് ടെക്സ്റ്റ് ബുക്കുകൾ പഠിച്ചാൽ മതി. സുഭാഷ് ചന്ദ്രബോസ് എന്ത് പറഞ്ഞു, ഇതൊരു ദേശീയ ദുരന്തം അല്ലെങ്കിൽ നാഷണൽ കലാമിറ്റി എന്ന് പറഞ്ഞു. അങ്ങനെ നമ്മുടെ ഇപ്പോൾ പറഞ്ഞുകൊണ്ടിരുന്ന ഈ പറഞ്ഞ പരിപാടി എന്ത് ചെയ്തു, അവസാനിക്കുകയാണ്. അങ്ങനെ എന്ത് പറ്റി, അവസാനിക്കുകയാണ്. അപ്പോൾ എന്ത് പറ്റി, നിസ്സഹകരണ സമരം നടക്കുന്നതിൻ്റെ 1922 ഫെബ്രുവരി 5 ഉത്തർപ്രദേശിലെ ചൗരി ചൗരയിൽ എന്ത് പറ്റുന്നു, സമരക്കാരും പോലീസും തമ്മിൽ സംഘർഷം ഉണ്ടാകുന്നു. പ്രകോപിതരായ ജനക്കൂട്ടം പോലീസ് സ്റ്റേഷൻ എന്ത് പറ്റുന്നു, തീ വയ്ക്കുന്നു. 22 പോലീസുകാർ കൊല്ലപ്പെടുന്നു. അങ്ങനെ സമരം അഹിംസയിൽ നിന്നും എന്ത് പറ്റി, വ്യതിചലിക്കുന്നു എന്ന് മനസ്സിലാക്കി ഗാന്ധിജി സമരം എന്ത് ചെയ്തു, പിൻവലിക്കുന്നു. ഈ തീരുമാനം മറ്റ് നേതാക്കളെ അമ്പരപ്പിച്ചെങ്കിലും സുഭാഷ് ചന്ദ്രബോസ് ഒക്കെ പറഞ്ഞെങ്കിലും ഗാന്ധിജി കേട്ടില്ല. അങ്ങനെ എന്ത് പറ്റി, അത് പിൻവലിച്ചു. പക്ഷേ വിഷയം വഷളായി. കാരണം ബ്രിട്ടീഷുകാർക്ക് ആരെയും കൊല്ലാം, പക്ഷേ ബ്രിട്ടീഷ് ഉദ്യോഗസ്ഥരെയും പോലീസുകാരെയും കൊന്ന കേസിൽ എന്ത് പറ്റി, മഹാത്മാഗാന്ധി എന്ത് ചെയ്തു, അറസ്റ്റ് ചെയ്തു. 6 വർഷക്കാലം. ഓക്കെ, എന്ന് വെച്ചാൽ മഹാത്മാഗാന്ധി ഡയറക്റ്റായിട്ടൊന്നും ചെയ്തില്ല. ഇതാണ് നമ്മൾ ടെക്സ്റ്റ് ബുക്കിൽ ആദ്യം പഠിച്ചത്. എന്താണ്, മഹാത്മാഗാന്ധിയുടെ ഈ പറയുന്ന പുസ്തകങ്ങളിലൂടെയും കൃതികളിലൂടെയും ഇൻസ്പയർഡ് ആയിട്ടാണ് ജനങ്ങൾ ഇത് ചെയ്തതെന്ന് പറഞ്ഞിട്ട് ഗാന്ധിജിയെ പിടിച്ച് 6 കൊല്ലം എന്ത് ചെയ്യുന്നു, ശിക്ഷിക്കുകയും ചെയ്യുന്നു. അങ്ങനെ എന്ത് പൊളിഞ്ഞു, നിസ്സഹകരണ പ്രസ്ഥാനം ഖതം ഹോഗയ. നിസ്സഹകരണ പ്രസ്ഥാനം എന്ത് ചെയ്തു, പൊളിഞ്ഞു. അപ്പോൾ ഈ സമയത്ത് തന്നെ ഈ നിസ്സഹകരണ പ്രസ്ഥാനം ഒന്നും ശരിയല്ലെന്ന് പറഞ്ഞുകൊണ്ടിരുന്ന 2 ആൾക്കാരാണ് ഈ കാണുന്നവർ. ആരൊക്കെയാണ്, ഒന്ന് CR ദാസും മറ്റൊന്ന് മോത്തിലാൽ നെഹ്റു. ഈ മോത്തിലാൽ നെഹ്റു, നിങ്ങൾ ഉദ്ദേശിക്കുന്ന നെഹ്റു ആരാണ്, ജവഹർലാൽ നെഹ്റുവിൻ്റെ ഡാഡിയാണ് ആര്, മോത്തിലാൽ നെഹ്റു എന്ന് പറയുന്നു. ഓക്കെ, അപ്പോൾ CR ദാസും മോത്തിലാൽ നെഹ്റുവും എന്ത് ചെയ്യുന്നു, ഇതിനെ എതിർത്തു. അവർ പറഞ്ഞത്, നമ്മൾ ഈ നിസ്സഹകരണത്തിലൂടെ ഒന്നും അല്ല ഈ പറയുന്ന ബ്രിട്ടീഷിൻ്റെ പ്രശ്നങ്ങൾ നിർത്തേണ്ടത്. പിന്നെ എങ്ങനെയാണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, നമ്മൾ ഇവരോടൊപ്പം നിന്നിട്ട് നമ്മൾ ഈ പറയുന്ന പബ്ലിക് പ്ലാറ്റ്ഫോംസിൽ പോകും. എന്ന് വെച്ചാൽ ഈ പറയുന്ന കോൺസ്റ്റിറ്റ്യൂവൻ്റ് അസംബ്ലികൾ, നിയമനിർമ്മാണ സഭകളിൽ ചെന്നിട്ട് നമ്മൾ എന്ത് ചെയ്യണം, അവരുടെ അടുത്ത് പറയണം, നിങ്ങൾ ഈ നിയമം ശരിയല്ല. അല്ലാതെ ഈ നമ്മൾ മാറി നിന്ന് പറഞ്ഞാൽ അവർ പേടിക്കാനൊന്നും പോകുന്നില്ല എന്ന് ആര് പറഞ്ഞു,
CR ദാസും മോത്തിലാൽ നെഹ്റുവും കൊണ്ട് പറഞ്ഞു. അവർ കോൺഗ്രസിൽ നിന്ന് തെറ്റിപ്പിരിഞ്ഞിട്ട് 1923 സ്വരാജ് പാർട്ടി എന്ന് പറയുന്ന ഒരു പാർട്ടി രൂപീകരിക്കുന്നു. 23 എന്ത് രൂപീകരിക്കുന്നു? സ്വരാജ് പാർട്ടി എന്ന് പറയുന്നത്. 22 സമരം നടക്കുകയാണ്. 23 എന്ത് ചെയ്തു? സ്വരാജ് പാർട്ടി രൂപീകരിച്ചു. അപ്പോൾ ഡ്യൂറിംഗ് ദ നോൺ കോപ്പറേഷൻ മൂവ്മെന്റ് ബോത്ത് ഇലക്ഷൻസ് ആൻഡ് പാർട്ടിസിപ്പേഷൻ ഇൻ ദ ലെജിസ്ലേറ്റീവ് അസംബ്ലി വെയർ ബോയ്ക്കോട്ടഡ്. അല്ലെ, ഇലക്ഷനിലും പങ്കെടുക്കുന്നില്ല എന്ന് വെച്ചാൽ അന്നും ഒരു ചെറിയ ഗവൺമെന്റ് ഇവിടെ ഉണ്ടായിരുന്നു എന്ന് മനസ്സിലാക്കുക. തലപ്പത്ത് ബ്രിട്ടീഷ് ആണെങ്കിലും ഇന്ത്യൻ ആൾക്കാരും അതിനകത്ത് ഉണ്ടായിരുന്നു. അപ്പോൾ ആ പറയുന്ന ഇലക്ഷൻസിൽ നിന്നൊക്കെ അവർ വിട്ടുനിന്നു. അതുപോലെ നിയമനിർമ്മാണ സഭകളിൽ നിന്നൊക്കെ അവർ മാറിപ്പോയി. അപ്പോൾ അത് ഇവർ പറഞ്ഞു അത് ശരിയായിട്ടുള്ള നടപടിയൊന്നും അല്ല, നിങ്ങൾ എന്ത് ചെയ്യണം, പങ്കെടുക്കണം. അപ്പോൾ കോൺഗ്രസ്സിൽ പ്രശ്നം ഉണ്ടാവുമല്ലോ. അവർ പറഞ്ഞു എന്നാൽ വേണ്ട, ഞങ്ങൾ വേറെ പാർട്ടി തുടങ്ങാം. എന്നിട്ട് അവർ എന്ത് ചെയ്തു? അടുത്ത ഇലക്ഷനിൽ പങ്കെടുക്കുകയും ജയിക്കുകയും ചെയ്തു. ജയിച്ചിട്ട് അവർ എന്ത് ചെയ്തു? ഈ പറഞ്ഞ ലെജിസ്ലേറ്റീവ് അസംബ്ലികളിൽ പങ്കെടുക്കുകയും അവിടെ ചെന്ന് ഗവൺമെന്റിനെ എന്ത് ചെയ്തു? ക്രിട്ടിസൈസ് ചെയ്യുകയും ചെയ്തിരുന്നു. അപ്പോൾ ഈ സമയത്ത് അടുത്ത മറ്റൊരു ഇവന്റ് ആയിട്ട് നമുക്ക് എന്തുകൂടെ പറയണം? സ്വരാജ് പാർട്ടിയുടെ കാര്യം കൂടെ പറയണം. അപ്പോൾ എന്താണ്? പോരാട്ടം നിയമനിർമ്മാണ സഭകളിൽ. എന്താണ്? അപ്പോൾ നിസ്സഹരണ സമരത്തിന്റെ കാലത്ത് തെരഞ്ഞെടുപ്പുകളും അതുപോലെ തന്നെ നിയമനിർമ്മാണ സഭകളും ബഹിഷ്കരിച്ചിരുന്നു. ഇതിനോട് വിയോജിപ്പുണ്ടായിരുന്ന കോൺഗ്രസ് നേതാക്കളായിരുന്ന CR ദാസും അതുപോലെ മോത്തിലാൽ നെഹ്റുവും എന്ത് ചെയ്തു? ഈ പറഞ്ഞ 1923 സ്വരാജ് പാർട്ടി രൂപീകരിക്കുന്നു. നിയമനിർമ്മാണ സഭകളുടെ പോരാട്ടത്തിന് വേദിയായിരുന്നു അവരുടെ ലക്ഷ്യം. ഇതിനായിട്ട് അവർ എന്ത് ചെയ്തു എന്ന് വെച്ച് കഴിഞ്ഞാൽ അവരെന്ത് ചെയ്തു? തിരഞ്ഞെടുപ്പിൽ മത്സരിക്കുകയും നിയമനിർമ്മാണത്തിന് സഭകളിൽ അംഗങ്ങളാവുകയും അങ്ങനെ അവരെന്ത് ചെയ്തു? ഈ പറഞ്ഞ കാര്യങ്ങൾ ചെയ്യുകയും ചെയ്തു. ഓക്കെ, അതാണ് സ്വരാജ് പാർട്ടി. അപ്പോൾ സ്വരാജ് പാർട്ടി എന്ന് പറഞ്ഞാൽ ആരുമായിട്ട് വ്യത്യസ്തമായിരുന്നു? ഈ പറയുന്ന നിസ്സഹകരണ പ്രസ്ഥാനമായിട്ട് വ്യത്യസ്തമായിരുന്നു. ഇതിൻ്റെ ഉത്തരം ഞാൻ എന്ത് ചെയ്തിട്ടുണ്ട്? നോട്ടിൽ കൊടുത്തിട്ടുണ്ട്. അപ്പോൾ ഇതാണ് നമ്മൾ ഇന്ന് പഠിക്കുന്ന കാര്യം. ഇനി തുടർന്നുള്ള ജനകീയ സമരങ്ങൾ വേറൊരു സെക്ഷനായിട്ട് നമുക്ക് എന്ത് ചെയ്യാം? അടുത്ത ക്ലാസ്സിൽ പഠിക്കാം. അപ്പോൾ നോട്ട് കൂടെ ഒന്ന് നോക്കിയിട്ട് നമുക്ക് എന്ത് ചെയ്യാം? പോവാം. ഓക്കെ, അല്ലേ വേണ്ട, നോട്ട് ജസ്റ്റ് ഈ പോയിന്റുകൾ തന്നെയാണ്, ജസ്റ്റ് നോക്കി വിട്ടാൽ മതി. ഇവിടെ ലാസ്റ്റ് ഞാൻ എന്ത് ചെയ്തിട്ടുണ്ട്? ആ ചോദ്യത്തിന് ഉത്തരം കൊടുത്തിട്ടുണ്ട്. ഓക്കെ, നോൺ കോർപ്പറേഷൻ മൂവ്മെന്റ് ആൾക്കാരുടെ അടുത്തെല്ലാം ബോയ്ക്കോട്ട് ചെയ്യാൻ പറഞ്ഞപ്പോൾ സ്വരാജ് പാർട്ടി പറഞ്ഞത് അങ്ങനെയല്ല, നമ്മൾ അതിൽ പങ്കെടുത്തിട്ട് കാര്യങ്ങൾ ചെയ്യുന്നു എന്നാണ്. അപ്പോൾ ഇത്രയും പറഞ്ഞുകൊണ്ട് നമ്മൾ ഇന്നത്തെ ക്ലാസ് ഇവിടെ എന്ത് ചെയ്യുന്നു? അവസാനിപ്പിക്കുന്നു. ക്ലാസ് ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. അടുത്ത ക്ലാസ്സിൽ അടുത്ത ടോപ്പിക്കുമായിട്ട് കാണാം.